ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഡയറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റാത്തത്. സോ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഒരു കൊച്ചു മാർഗ്ഗം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. മുഴുവനായിട്ട് വീഡിയോ കാണണേ. ഈ ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിൽ ഒഴിവാക്കേണ്ട ഏക സാധനം എന്ന് പറയുന്നത് ഷുഗറാണ്. ഷുഗർ നിർത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് 7 കിലോ വരെ കുറഞ്ഞു കിട്ടാനായിട്ട് പറ്റും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും 1 കിലോയിൽ കൂടുതലൊന്നും കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം, അല്ലേ? എനിക്കും പ്രശ്നം അത് തന്നെയായിരുന്നു. ഈ 7 കിലോ വരെ, 7 പോട്ടെ, ഒരു 4 കിലോ എന്ന് വയ്ക്കാം, ചിലർക്ക് 7 വരെ കുറയാം. 4 കിലോ വരെ കുറഞ്ഞു കിട്ടിയാൽ നമ്മളെന്ത് വിചാരിക്കും, 4 കിലോ കുറഞ്ഞല്ലോ, ഞാനാണ് ചിക്കൻ കഴിക്കുന്നുണ്ട്, മട്ടൻ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഇത്രയും കുറഞ്ഞല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആകും. അടുത്ത മാസം നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ടുള്ളൊരു ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിരിക്കും. അത് ഇച്ചിരിയൊക്കെ എക്സസൈസ് ഒക്കെ കൂടെ ചെയ്യണേ. അല്ലാണ്ട് നിങ്ങൾ മറ്റതൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചേരി കഴിച്ചിട്ട് ഷുഗർ മാത്രം സ്റ്റോപ്പ് ചെയ്താൽ വലിയൊരു റിസൾട്ട് കിട്ടത്തില്ല. ഡയറ്റ് ചെയ്യണം എന്നുള്ള വിചാരത്തോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ ശരിക്കും 7 കിലോ വരെ കുറച്ച് കിട്ടും. അപ്പോൾ ഷുഗർ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ, ചായയിൽ പഞ്ചസാര ഇടാൻ പാടില്ല, കോഫിയിൽ പഞ്ചസാര ഇടാൻ പാടില്ല, വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക, അതിനെ ജ്യൂസ് ആക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാൻ പാടില്ല, വെളിയിൽ നിന്ന് പാക്ഡ് ഫ്രൂട്ട് ജ്യൂസസ് വാങ്ങിച്ച് കുടിക്കാൻ പാടില്ല, സോഡ കുടിക്കാൻ പാടില്ല, പിന്നെന്താണ് ഐസ്ക്രീം, കേക്ക്, കുക്കീസ്, ചോക്ലേറ്റ്സ് ഇതൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. ഇത് നിർത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിലും അതിനുള്ള അൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്കൊന്ന് മധുരം കഴിക്കണം എന്ന് തോന്നിയാൽ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അറിഞ്ഞിരുന്നാൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം എന്നെപ്പോലെ മധുരം ഇഷ്ടമുള്ള ഒരാൾ ഈ ഭൂലോകത്തുണ്ടോ എന്ന് സംശയമാണ്. എനിക്ക് ചോറിൻ്റെ കൂടെ പോലും എന്തെങ്കിലും ഒരു മധുരം വെച്ചിട്ട് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10-16 വയസ്സിന് ശേഷം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചതും സ്റ്റിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ മെലിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ നല്ല വണ്ണമുണ്ട്. അങ്ങനെയുള്ള എനിക്ക് വർക്കൗട്ടായ ഒരു മെത്തേഡ് ഇതാണ്. പിന്നെ എല്ലാവർക്കും വരുന്നൊരു സംശയം, ശർക്കര കഴിക്കാമോ എന്നുള്ളതാണ്. ശർക്കര കഴിക്കാം, ശർക്കരയ്ക്ക് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷുഗർ, വൈറ്റ് ഷുഗറിൻ്റെ കൂടെ മൊളാസസ് ആഡ് ചെയ്യുന്നതാണ് ഈ ജാഗ്രി ശർക്കര എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടെങ്കിലും നല്ലൊരു വെയിറ്റ് ലോസ് പ്രതീക്ഷിക്കുന്ന ഒരാൾ അതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തേനിൻ്റെ കാര്യം ചോദിക്കുന്നവരുണ്ട്. തേനാണെങ്കിലും നിങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന തേന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്യുവർ ആയിട്ടുള്ള തേന് നല്ലത് തന്നെയാണ്, വെയിറ്റ് ലോസിന് സഹായിക്കും. പക്ഷെ അപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഒട്ടുമിക്കതും അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഹണിയാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വാങ്ങുക. നല്ല ഹണി കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഈ മറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തത് ഈന്തപ്പഴം. ഒരു ദിവസം നമുക്ക് 4 ഈന്തപ്പഴം വരെയും കഴിക്കാം. അത് 100 കാലറിക്ക് ഉള്ളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ഓരോന്ന് വീതം എടുത്തിട്ട് കഴിക്കാം. പിന്നെ ഇതൊരു റാപ്പിഡ് വെയിറ്റ് ലോസ് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് ഡേറ്റ്സ് എന്ന് പറയുന്ന കാര്യം. ഡേറ്റ്സിൽ ഷുഗർ ലെവൽ ഭയങ്കര കൂടുതലാണ്, പക്ഷെ അത് ഹെൽത്തിയാണ്. ഒരു 6 മാസം കൂടിയിട്ടൊക്കെ എനിക്ക് വെയിറ്റ് കുറഞ്ഞാൽ മതി എന്നുള്ളവർക്ക് ഒരു 4 ഡേറ്റ്സ് ഒക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ, ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് വയ്ക്കും. കുറേ കഴിഞ്ഞ് അത് എടുത്ത് കഴിക്കുമ്പോൾ ശരിക്കും ചോക്ലേറ്റ് കഴിച്ചതിൻ്റെ ആ ഒരു തൃപ്തി എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുന്തിരിയാണ്, ഉണക്ക മുന്തിരി. അത് നമുക്ക് ഡെയിലി ഒരു 10 എണ്ണം വരെയും കഴിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ പറയുന്ന ആൾട്ടർനേറ്റീവ്സ് എല്ലാം കൂടെ ഒരു ദിവസം കഴിക്കാനുള്ളതല്ല കേട്ടോ. ഡേറ്റ്സ് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 4 എണ്ണം വരെ കഴിക്കാം. അന്നേ ദിവസം മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കഴിക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം. ഞാൻ പറഞ്ഞു ഇത്രയും സംഭവങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും. അത് നമ്മളെ വണ്ണം കുറയ്ക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉണക്കമുന്തിരിയാണ്. അത് 10 എണ്ണം വരെയും കഴിക്കാം. ഇത് നമ്മളുടെ വിശപ്പിനെ ഉണ്ടാക്കുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. നമുക്ക് ഭയങ്കര വിശപ്പ് തോന്നിയിരിക്കുന്ന സമയത്ത് ഒരു 5 റേസിൻ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ശമിച്ചതായിട്ട് തോന്നും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പഴമാണ്. ഞാനിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓട്സ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാഷ് ചെയ്തിട്ട് ചേർക്കും, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. വേണം എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഹണി ചേർക്കും. ഹണി എനിക്ക് വേണ്ട, ഇന്നൊരു ദിവസം വളരെ ക്ലീൻ ആയിട്ട് കഴിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ആണ് ഞാൻ ബനാന യൂസ് ചെയ്യുന്നത്. ബനാന കഴിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് ഹെൽത്തിയാണ്. ഒബ്വിയസ്ലി കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. ഒരുപാട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു പ്രശ്നം വരും.
അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബനാന നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഫുൾനെസ് തോന്നും, വിശപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫിഗ് ആണ്. നമുക്കിതൊരു 2 മുതൽ 3 വരെ കഴിക്കാൻ പറ്റും. തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, സ്വീറ്റും ആണ്, അടിപൊളി ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. മുന്നേ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷേ ഇത് 2-3 എണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല. ബിക്കോസ് ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂട്ടും 3 എണ്ണത്തിലൊക്കെ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ചോക്ലേറ്റിനോട് വളരെ താല്പര്യമുള്ള ആൾക്കാർക്കുള്ളതാണ് അടുത്ത ഓപ്ഷൻ ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ അമൂലിൻ്റെയൊക്കെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, അതൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. എപ്പോഴും 70% കൊക്കോ കണ്ടൻറ്റുള്ള ചോക്ലേറ്റ് നോക്കിയിട്ട് വാങ്ങുക. അതുപോലെ തന്നെ അതിൻ്റെ ഷുഗർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറവായിരിക്കണം. എപ്പോഴും ഒരു 20% താഴെ അല്ലെങ്കിൽ ഷുഗർലെസ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. കോസ്റ്റ്ലി ആയിരിക്കും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇതിനകത്തൊരു പോളിഫിനോൾ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ ആക്കാനും സഹായിക്കും. സോ ഡാർക്ക് ചോക്ലേറ്റ്സ് നല്ലതാണ്, പക്ഷേ 1-2 പീസിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കരുത്. ഈ 1-2 പീസേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പീസായിട്ടൊന്നും പൊട്ടിച്ച് കഴിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, 150 കാലറിക്ക് താഴെ നിൽക്കണം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബെറീസ് ആണ്. ഇതും അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ബെറീസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് കാരണമാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുന്നതും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ആവുന്നതും ഒക്കെ. സോ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കും. സോ ബെറീസ് വളരെ നല്ലതാണ്, കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. ഇനി അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഹണിയാണ്. നല്ല ഹണിയാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ഒന്നും കൂടത്തൊന്നുമില്ല. ഞാൻ ഓട്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഹണി തന്നെയാണ്, പക്ഷേ അത് പ്യുവറായിട്ടുള്ള ഹണിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതല്ല, ഞാൻ തുറന്നു പറയല്ലോ, ഞാൻ ഡാബറിൻ്റെ ഹണി യൂസ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ലായിരുന്നു. ഓട്സ് കഴിക്കുന്നു, ഡെയിലി ഓട്സ് കഴിക്കുന്നു, ഡാബറിൻ്റെ ഹണി ചേർത്തിട്ട് കഴിക്കുന്നു, എന്നുവെച്ചാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ലേ. പക്ഷേ എനിക്ക് ഒരു വെയിറ്റ് ലോസും സംഭവിച്ചില്ല. സോ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിൽ കാണുന്നത് ഇത് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഈ ഡാബർ ഹണിയും പ്യുവർ അല്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ പഴയ കാര്യം. എന്തായാലും ഞാൻ ഡാബർ ഹണിയൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ വാങ്ങുന്ന ഹണി നോക്കിയിട്ട് വാങ്ങുക, നല്ലതാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. സോ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വർഷമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.